വിന്റേജ് പോസ്റ്റർ ഡിസൈൻസ് അതുപോലെ ഈ റിട്രോ പോസ്റ്റർ ഡിസൈൻസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇതുപോലത്തെ. പിൻട്രസ്റ്റിൽ നിന്ന് വേണമെങ്കിൽ ഡൗൺലോഡ് ഒക്കെ ചെയ്യാം, പക്ഷെ നമുക്കിത് ഫോട്ടോഷോപ്പിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ഡേ 9 ഓഫ് 30 days ഓഫ് ഫോട്ടോഷോപ്പ് ഫോർ ബിഗിനേഴ്സ്. ലെറ്റ്സ് ഗോ. നമ്മൾ ഈ ഒരു ഡോക്യുമെന്റിലാണ് ആ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട കാര്യം ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഗ്രേഡിയൻ ടൂൾ എടുത്തിട്ട് കളേഴ്സ് സെലക്ട് ചെയ്യണം. യൂസ് ചെയ്യേണ്ട കളേഴ്സ് ബ്ലാക്കും വൈറ്റും ആണ്. ഒരു എൻഡിൽ വൈറ്റ് കളർ, അടുത്ത എൻഡിൽ ബ്ലാക്ക് കളർ. ഓക്കെ ഓക്കെ. ദെൻ ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, ഇതുപോലെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഫിൽറ്ററിൽ പോവുക, ഡിസ്റ്റോർട്ടിനുള്ളിലുള്ള വേവ് ആഡ് ചെയ്യുക. ഈ ഒരു ബോക്സിനകത്തുള്ള നമ്പർ ഓഫ് ജനറേറ്റേഴ്സ്, വേവ് ലെങ്ത്, ആംപ്ലിറ്റ്യൂഡ് ഇതൊക്കെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. വേവ് ലെങ്ത് ഒരേ ലെവലിൽ വയ്ക്കുക, അതേപോലെ ആംപ്ലിറ്റ്യൂഡും ഒരേ ലെവലിൽ വയ്ക്കുക, കൂട്ടി വയ്ക്കുക. വേവ് ലെങ്ത് അല്പം ഒന്ന് കുറയ്ക്കാം, ലൈക്ക് ദിസ്. ഇതുപോലെ നമ്പർ ഓഫ് ജനറേറ്റേഴ്സ് ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കതെല്ലാം ഒരേ ലെവലിന് വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടും. ഒന്നുകൂടി ഫിൽറ്ററിൽ പോവുക, ഡിസ്റ്റോർട്ടിനുള്ളിലുള്ള പോളാർ കോർഡിനേറ്റ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ഒരു എഫക്റ്റ് കാണാൻ കഴിയും. ജസ്റ്റ് ഓക്കെ പ്രസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്കിത് ക്രിയേറ്റ് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് സേവ് ചെയ്തിട്ടാൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള പോസ്റ്റേഴ്സിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ Ctrl+C പ്രസ് ചെയ്യുന്നു കോപ്പിക്കായിട്ട്. ഈ ഒരു ഫയലിലാണ് ഞാൻ അതുകൊണ്ട് പേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. Ctrl+V. ഇങ്ങനെ ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് മാച്ച് ചെയ്യാൻ ജസ്റ്റ് ബ്ലെൻഡ് മോഡ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി, ഇതേപോലെ ലൈക്ക് ദിസ്. ആൻഡ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഇങ്ങനെ റിസൾട്ട് കിട്ടും. വീഡിയോ ഇപ്പൊ തന്നെ സേവ് ചെയ്ത് വെച്ചോ. ഇതുപോലുള്ള വീഡിയോസിനായി പേജ് ഫോളോ ചെയ്തോ. ബൈ.